രാഷ്ട്രീയത്തിലും സാമ്പത്തിക രംഗത്തും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചരിത്രപരമായ വ്യാപാര കരാർ അടുത്ത ആഴ്ച ആദ്യം ഒപ്പിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആത്മബന്ധം ഒരു പുതിയ സാമ്പത്തിക വിപ്ലവത്തിന് വഴി തുറക്കുകയാണോ? എന്തൊക്കെയാണ് ഈ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ? ഇന്ത്യക്ക് ഇത് നേട്ടമുണ്ടാക്കുമോ അതോ വെല്ലുവിളിയാകുമോ? നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഈ കരാറിനെ കുറിച്ച് സൂചനകൾ നൽകിയത്. അടുത്ത ആഴ്ചയോടെ അമേരിക്കയിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഡൽഹിയിലേക്ക് എത്തുകയും കരാറിൽ ഒപ്പിടുകയും ചെയ്യും. ഈ കരാർ കേവലം ഒരു ക്രയവിക്രയ രേഖയല്ല, മറിച്ച് 2030 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം $500 ബില്യൺ എത്തുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ഈ കരാറിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരം. അതിന്റെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേത് താരിഫ് കുറയ്ക്കലാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തുന്ന നികുതി അഥവാ താരിഫ് 18% കുറയും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് വലിയ ആശ്വാസമാകും. അടുത്തത്, ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തും എന്നതാണ്. പകരം ഏകദേശം $500 ബില്യൺ ഊർജ്ജ സാങ്കേതിക ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് എന്നതാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ഇതാണ്. അതേസമയം നമ്മുടെ കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും ബാധിക്കുന്ന തരത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാകില്ലെന്നാണ് സർക്കാർ ഉറപ്പു നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ക്ഷീര മത്സ്യ മേഖലകളെ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ് വിവരം. ഈ കരാർ നേരത്തെ നടപ്പിലാക്കേണ്ടതായിരുന്നു എന്നും വിലയിരുത്തലുകളുണ്ട്. എന്നാൽ കാർഷിക ക്ഷീര മേഖലകളിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടത് ചില ചർച്ചകൾ നീണ്ടുപോകാൻ കാരണമായി. ഇന്ത്യൻ സർക്കാർ ഈ കാര്യത്തിൽ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകരെയും പാൽ ഉൽപാദകരെയും ബാധിക്കുന്ന ഒരു കരാറിനും ഇന്ത്യ തയ്യാറല്ലെന്ന് വ്യക്തമാക്കി. 2025 ഒമാൻ, UK, യൂറോപ്യൻ യൂണിയൻ എന്നിവരുമായി ഒപ്പിട്ട കരാറുകളിലും ഇന്ത്യ ഈ നിലപാട് ആവർത്തിച്ചിരുന്നു. എന്നാൽ ഈ കരാറിനെതിരെ രാജ്യത്തിനകത്ത് പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. കരാർ സംബന്ധിച്ച ചർച്ചകളിൽ സുതാര്യതയില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം. റഷ്യൻ എണ്ണ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ബാധ്യത എങ്ങനെ പരിഹരിക്കും? അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി നമ്മുടെ ചെറുകിട വ്യാപാരികളെ ബാധിക്കുമോ? ഇത്തരം ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഈ പ്രതിഷേധങ്ങൾ കാരണം പാർലമെന്റ് നടപടികൾ പോലും തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ കരാറിന്റെ പൂർണ്ണരൂപം ഉടൻ പുറത്തുവിടുമെന്നാണ് സർക്കാർ നൽകുന്ന മറുപടി. വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ അഭിപ്രായത്തിൽ ഈ കരാർ ഇന്ത്യൻ നിർമ്മാണ മേഖലയെ കരുത്തുറ്റതാക്കുമെന്നതാണ്. അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്ന മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് കുറഞ്ഞ നികുതി നിരക്ക് ലഭിക്കുന്നത് വലിയൊരു നേട്ടമാണ്. ഇത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും വിദേശ നാണ്യം ഇന്ത്യയിലേക്ക് ഒഴുകാനും കാരണമാകും. കൂടാതെ അമേരിക്കൻ സാങ്കേതിക വിദ്യ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് വലിയ കുതിച്ചുചാട്ടം നൽകുകയും ചെയ്യും. ചുരുക്കത്തിൽ ലോകത്തെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പുതിയ വ്യാപാര ബന്ധം ആഗോള സാമ്പത്തിക ക്രമത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. രാഷ്ട്രീയപരമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. അടുത്ത ആഴ്ച കരാർ ഒപ്പിടുന്നതോടെ ഇതിന്റെ കൂടുതൽ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കും.